നമസ്കാരം. താൻ കോൺഗ്രസ് വിട്ടുപോയതിന്റെ പേരിൽ കോൺഗ്രസുകാരുടെ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ മാത്രമല്ല തനിക്ക് നേരെ ഉണ്ടായത്, മറിച്ച് സംസ്കാരശൂന്യമായ വാചകങ്ങൾ, വ്യക്തിഹത്യകൾ, ഭീഷണികൾ ഒക്കെ കോൺഗ്രസുകാർ പരിധി വിട്ട് നടത്തി. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ താൻ പണ്ട് അനുഭവിച്ച അതേ അവസ്ഥയിലൂടെയാണ് ശശി തരൂർ MP കടന്നു പോകുന്നതെന്ന് പറയുകയാണ് പത്മജ വേണുഗോപാൽ. തരൂരിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് തന്റെ നിലപാടുകളൊന്നും തെറ്റല്ല എന്നാണ് കാണിച്ചു തരുന്നത്. തരൂരിന് നിലവിൽ പാർട്ടിക്കുള്ളിൽ നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. പല KPCC മീറ്റിംഗിലും തരൂരിനെ ഒഴിവാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്താണ് തരൂരിനെ കാണാത്തതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹം ഒരു വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ ഒരു പരിപാടിക്കും പങ്കെടുപ്പിക്കില്ല, അകറ്റി നിർത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. യുവാക്കളും വീട്ടമ്മമാരുമാണ് തരൂരിന്റെ ആരാധകരിൽ പ്രധാനികൾ. എന്നാൽ കോൺഗ്രസുകാർ ഒരു തരം അയിത്തം കൽപ്പിച്ചാണ് തരൂരിനോട് പെരുമാറുന്നത്. സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല, മറിച്ച് മനസമാധാനത്തിന് വേണ്ടിയാണ് താൻ പാർട്ടി വിട്ട് ഇറങ്ങിപ്പോയതെന്നും പത്മജ പറയുന്നു. അതിപ്പോൾ വേണ്ടുവോളം അനുഭവിക്കുന്നുണ്ട്. കോൺഗ്രസിനകത്തായിരുന്നപ്പോൾ നിരന്തരം അപമാനം ഏറ്റുവാങ്ങുകയായിരുന്നു. ഏത് പാർട്ടിയിൽ തുടരുക എന്നത് അവരവരുടെ ഇഷ്ടമാണ്. എന്നാൽ ഇനിയും അപമാനം സഹിച്ച് ശശി തരൂർ ആ പാർട്ടിയിൽ തുടരുന്നതിൽ കാര്യമില്ല. അത്രത്തോളം അപമാനിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഒടുവിൽ മുകളിൽ നിന്നും ഹൈക്കമാൻഡ് കണ്ണുരുട്ടിയതോടെ നേതാക്കൾ ഒന്ന് അടങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിന് വലുത് പദവി കണ്ടെത്തുക എന്ന ലക്ഷ്യം മാത്രം. ആ പദവിയിലൂടെ അവനവന് നേട്ടം കൊയ്യുക എന്നതാണ്. എല്ലാവരെയും ഒരുമിച്ച് മുഖ്യമന്ത്രിയാക്കുക എന്ന കാര്യം സാധ്യമല്ലെന്ന് പത്മജ പറയുന്നു. പത്മജയെ കൊണ്ട് കോൺഗ്രസിന് ഒരു പ്രയോജനവുമില്ല. പത്മജ കോൺഗ്രസിന്റെ ഒരു ബാധ്യതയാണ് എന്ന് പറഞ്ഞവരുടെ ഒരു പാർട്ടിയിൽ നിന്നും വിട്ടുപോയതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ഇവർ പറയുന്നു. അതായത് BJPയിൽ ചേർന്നതിൽ നിന്നും കോൺഗ്രസിൽ ഉണ്ടായിരുന്നപ്പോൾ തനിക്ക് ലഭിക്കാത്ത സ്നേഹവാത്സല്യങ്ങളാണ് BJPയിൽ എത്തിയപ്പോൾ ലഭിച്ചത്. കോൺഗ്രസിൽ നിന്നും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ലഭിച്ചിട്ടില്ല എന്നും അച്ഛൻ്റെയോ സഹോദരൻ്റെയോ തുണയില്ലാതെയാണ് പത്മജ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവരോട് താൻ ഭാരതീയ ജനതാ പാർട്ടി തന്റെ സ്വന്തക്കാരെ ആരും സംരക്ഷിക്കുകയില്ല എന്നും പത്മജ പറയുന്നു. BJP എന്ന പ്രസ്ഥാനത്തെ ശരിക്കും പഠിച്ചപ്പോൾ തനിക്ക് ആ പാർട്ടിയെപ്പറ്റി മുമ്പുണ്ടായിരുന്ന ധാരണകളും തെറ്റിദ്ധാരണകളായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുവെന്നും പത്മജ കൂട്ടിച്ചേർത്തു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.